ഹായ് എവരി വൺ. കേരളത്തിലെ വിവിധ IIT-കൾ സ്വപ്നം കാണുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഈ വിദ്യാർത്ഥികൾക്കൊക്കെ മാതൃകയാക്കാവുന്ന നല്ലൊരു ഇൻസ്പിറേഷൻ തരാവുന്ന ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. മുഹമ്മദ് ഫാസിലാണ് എന്നോടൊപ്പം ഉള്ളത്. ഫാസിൽ നമ്മുടെ ഓൺലൈൻ ധീര JEE റിപ്പീറ്റർ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. വലിയ വിജയങ്ങളൊക്കെ കരസ്ഥമാക്കിയിട്ടാണ് ഫാസിൽ ഇന്ന് എന്നോടൊപ്പം ഇരിക്കുന്നത്. ഫാസിലിൻ്റെ JEE മെയിൻ്റെ പെർസെൻറ്റൈൽ എന്ന് പറയുന്നത് 99.85% അങ്ങനെ അഡ്വാൻസ് ക്വാളിഫൈ ചെയ്തിട്ടാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അഡ്വാൻസിൽ 187 മാർക്കാണ് അഡ്വാൻസിൽ ഫാസിൽ സ്കോർ ചെയ്തത്. ജനറൽ റാങ്ക് വരുന്നത് 3391 ആണ്. അപ്പോൾ ഈ ഒരു സ്കോറിൽ ഫാസിലിന് ഇഷ്ടപ്പെട്ട ഒരു IIT-യിലേക്ക് എത്താൻ സാധിക്കും, ഇഷ്ടപ്പെട്ട കോഴ്സുകളും സെലക്ട് ചെയ്യാൻ സാധിക്കും. ഈ ഒരു സാഹചര്യത്തിൽ ഫാസിലെ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഫാസിൽ ഒരു സ്റ്റേറ്റ്, അതായത് +1 +2 സ്റ്റേറ്റ് പഠിച്ച കുട്ടിയാണ്. കൃത്യമായ ഒരു ഫൗണ്ടേഷനോ ഇൻറ്റൻസീവായിട്ട് JEEക്ക് വേണ്ടിയുള്ള ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമോ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ കൃത്യമായി എക്സാമുകളെ കുറിച്ചൊരു ധാരണയും എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ബോധ്യവും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, JEEക്ക് പ്രിപ്പയർ ചെയ്യണമെന്ന് തീരുമാനിച്ചു, റിപ്പീറ്റ് ചെയ്യണം തീരുമാനിച്ചു, എന്തുകൊണ്ട് ഓൺലൈൻ ചൂസ് ചെയ്തു? ഓൺലൈൻ ഞാൻ മെയിൻലി റിപ്പീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പേഴ്സണലൈസ് ചെയ്യാൻ കഴിയുക ഓൺലൈൻ ആയിരിക്കും. ഓഫ്ലൈനേക്കാളും കൂടുതൽ പേഴ്സണലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ പേഴ്സണലൈസ് ചെയ്യാറുണ്ട്. നമുക്ക് ഇപ്പം റിപ്പീറ്ററൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബാക്ക്ലോഗ്സ് ഉണ്ടാവും. നമ്മൾ കുറേയൊക്കെ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പോകുന്നതായിരിക്കും നമ്മൾ സ്ക്രാച്ച് തുടങ്ങുന്നതിനെക്കാട്ടിലും കൂടുതൽ ബെറ്റർ. ഇപ്പോൾ കണ്ടിന്യൂഷനായി പോകാന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓഫ്ലൈനാകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അവർ സ്റ്റാർട്ടിങ്ങിൽ നിന്നായിരിക്കും ക്ലാസ് വരിക. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് ചിലപ്പോൾ ചില ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് ഓൾറെഡി അതിനൊരു ടച്ച് ഉണ്ടാവും. അപ്പോൾ അത് വീണ്ടും കേട്ട് ടൈം വേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഓൺലൈനിൽ പോകുന്നതാണ്. ഓൺലൈനിലാകുമ്പോൾ നമുക്ക് അറിയാവുന്ന നമുക്ക് സ്കിപ്പ് ചെയ്യാം, അറിയാത്തത് നമുക്ക് 2 വട്ടം 3 വട്ടമൊക്കെ കാണാം, നമുക്ക് അറിയുന്നവരെ കാണാം. പക്ഷെ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഓൺലൈനിലൂടെ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ മെയിൻ യൂസ് ചെയ്തത്. കുറേ ടൈമും അവിടെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പോൾ റിപ്പീറ്ററെ സംബന്ധിച്ചിടത്തോളം ടൈമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ആകെ 3-4 മാസമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഓൺലൈനിലോട്ട് മാറാണ്ടായ ഒരു കാരണം. ഓൺലൈൻ കോച്ചിങ്ങിൽ നീ കംഫർട്ടബിളായി മുന്നോട്ട് എന്നെ പറയുന്ന സമയത്ത് ഫാസിൽ ഒരു കാര്യം, ഫാസിൽ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. +1 +2 മുതലേ ടോപ്പിക്സുകളൊക്കെ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും എനിക്ക് JEE മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കണ്ടന്റുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടന്റ് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ കുറേ ചാപ്റ്റേഴ്സൊക്കെ നിനക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ എത്ര ആഴത്തിൽ വേണമെങ്കിലും പഠിച്ചെടുക്കാം എന്നുള്ളൊരു ഫീച്ചർ കൊണ്ടാണ് നീ എന്ത് ചെയ്യുന്നത്, ഓൺലൈനിലേക്ക് വരുന്നത്. എപ്പോഴെങ്കിലും ഈ ഓൺലൈൻ റിപ്പീറ്ററിൽ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ഡ്യൂറേഷനിൽ എപ്പോഴെങ്കിലും എനിക്ക് വേണ്ട ഓഫ്ലൈൻ മതിയായിരുന്നു, ഈ ക്ലാസ് പോരാ, ഇതുകൊണ്ട് കിട്ടുമോ എന്നുള്ളൊരു സംശയം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ മോട്ടിവേഷൻ കുറവുള്ള ആളുകൾക്ക് ഇപ്പം നമുക്കൊരു എന്താ പറയുക, JEEക്ക് നമുക്ക് ആ ഒരു 1 ഇയർ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല സെൽഫ് മോട്ടിവേഷൻ നല്ല ആവശ്യമുള്ള. അപ്പം നമുക്ക് ആ ഒരു സെൽഫ് മോട്ടിവേഷൻ നമുക്കില്ലെങ്കിൽ നമ്മൾ ഓഫ്ലൈനിലോട്ട് തന്നെ പോകണമെന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ഓൺലൈനിൽ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം എനിക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലൂടെ പോകാനൊക്കെ ഉള്ളൊരു രീതിയിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈനിൽ മെയിൻലി ചൂസ് ചെയ്യാനുള്ള കാരണം. അങ്ങനെ JEE മെയിനിലേക്കുള്ള പ്രിപ്പറേഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. സൈലത്തിൻ്റെ നമ്മുടെ ധീര ബാച്ചിൻ്റെ ക്ലാസ്സുകളെ കുറിച്ചും അതിൽ നിന്ന് കിട്ടുന്ന സ്ലൈഡ്സുകളും മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെയുള്ള എൻ്റെ ഒരു എന്താ പറയുക, ഒരു വ്യൂ പോയിന്റ്, ഒരു അഭിപ്രായം എന്താണ്? കാരണം ഇത് ചോദിക്കുമ്പോൾ ഇപ്പം ധീര ഓൺലൈനിലുള്ള JEE കുട്ടികളുണ്ട്, അവരെങ്ങനെ ഇത് പഠിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഒരു സക്സസ്ഫുൾ ആയ ഒരു സ്റ്റുഡൻറ്റിൽ നിന്നും കേട്ട് മനസ്സിലാക്കുന്നത് ശരിക്കും വലിയൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചോദിക്കുന്നത്. നമ്മുടെ ഓൺലൈൻ ധീര ബാച്ചിൻ്റെ ക്ലാസ്സുകളെ കുറിച്ചും സ്ലൈഡ്സിനെ കുറിച്ചും അതിൻ്റെ വേർത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ. JEE ക്ലാസ്സുകളിലെ സൈറ്റ്സിലൊക്കെ അതിൽ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സെലക്ഷൻ വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ട്, ഇപ്പോൾ റിപ്പീറ്ററെ സംബന്ധിച്ചിടത്തോളം ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടൈം കൺസ്യൂമിങ് ആവുന്നതാണ് നമ്മൾ സെലക്ട് ചെയ്യാന്നുള്ളത്. പ്രീവിയസ് ഇയേഴ്സ് നമുക്ക് ഒരുപാട് കിട്ടും, പക്ഷെ അതിൽ നിന്ന് ഒരു കോൺസെപ്റ്റ് എന്നാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ടൈം ഒരേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഒരുപാട് ചെയ്യുന്നതിനെക്കാട്ടി നല്ല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് മിനിമം ടൈമിലൂടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ധീര ബാച്ചിലാണെങ്കിൽ ഇപ്പോൾ LMRP ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ LMRPയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ സെലക്ഷനിലെ പിന്നിൽ ഒരു ഭയങ്കര ബ്രില്യൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ? കാര്യം അതിൽ ഇപ്പോൾ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു. ഒരുപാട് ഇപ്പം ഒരു 50 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 50 ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറേ കൂടെ ഇത് കിട്ടും. മറ്റേ നമ്മൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് കാണുമ്പോൾ നമുക്ക് അത്ര ഒരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. ഫാസിൽ എന്നോട് സംസാരിച്ച സമയത്ത് ഒരു പോയിന്റിലെത്തിയപ്പോൾ ഫാസിൽ പറഞ്ഞു, JEEക്ക് ഒരു പാറ്റേൺ ഉണ്ട്, JEE ഒരു പാറ്റേൺ ബേസ്ഡ് ആയിട്ടാണ് JEE എക്സാം നടക്കുന്നത് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയെന്നുള്ളത്.
അത് ശരിക്കും ആ ക്വസ്റ്റ്യൻസിന്റെ സെലക്ഷന്റെ ഇമ്പോർട്ടൻസ് ആണ് ശരിക്കും. നമ്മൾ ധീരക്ക് വേണ്ടി സ്ലൈഡുകളിൽ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല സൂക്ഷ്മത പാലിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യും, അത് നിങ്ങൾക്ക് തരികയും ചെയ്യുന്നത്. പക്ഷേ അത് കുട്ടികൾ റിയലൈസ് ചെയ്തെടുക്കാൻ, സെൽഫായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. നീ എപ്പോഴും അത് തിരിച്ചറിഞ്ഞത് ജെയ്ക്ക് ഒരു അതായത് മെയിൻ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു പാറ്റേൺ ഉണ്ട് എന്നൊക്കെ തിരിച്ചറിഞ്ഞത് ഏതൊരു ഘട്ടത്തിലാണ്? ഞാൻ ഈ PYക്ക് ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് മനസ്സിലായത്. കാരണം ചില ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ഉണ്ടാവും, നമ്മളതിനപ്പുറത്തേക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട്, നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം വർക്കിനുള്ളിൽ, മിനിമം ടൈമിനുള്ളിൽ മാക്സിമം ഔട്ട്പുട്ട്, നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളതിലാണ് നമുക്ക് നല്ല റാങ്കിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പാറ്റേൺസ് വളരെ വലിയൊരു ഫാക്ടറാണ്. കാരണം ജെയിൽ ബേസിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇപ്പോൾ JEE അവർ വളരെ ടഫായിട്ടുള്ള ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്, നമുക്ക് അങ്ങനെ ഒരു സ്പെസിഫിക് സിലബസ് കംപ്ലീറ്റ് ഒന്നും ചെയ്ത് പോകാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് തോന്നും. JEE എന്ന് പറഞ്ഞാൽ അത്ര വാസ്റ്റാണ്. പക്ഷെ JEEക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് പാറ്റേൺ ഉണ്ട്. പാറ്റേൺസ് വരുന്നത് എവിടെ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പത്തെ പ്രീവിയസ് IIT JEE ക്വസ്റ്റ്യൻസൊന്നും, അല്ലെങ്കിൽ മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ സിമിലർ ആയിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻസ് ആവില്ല, പക്ഷേ ഇപ്പോൾ 2-3 ടൈപ്പ് കോൺസെപ്റ്റുകൾ ക്ലബ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. നമുക്കൊരു ഐഡിയ കിട്ടും, കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്താൽ എങ്ങനെയാണ് ഇനി ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ കിട്ടും. പിന്നെ ക്ലാസ്സിൽ നമ്മൾ പൊതുവെ ഈ പാറ്റേൺസിനെ കുറിച്ചും ക്വസ്റ്റ്യൻ വരുന്ന രീതികളെ കുറിച്ചും ഒക്കെ ടീച്ചേഴ്സ്, ഞാനടക്കമുള്ള JEE ഓൺലൈൻ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സുകളൊക്കെ പറയാറുണ്ട്. നീ അതൊക്കെ നോട്ട് ചെയ്യാറും അതേ ഡിസിപ്ലിനായിട്ട് പോകാറുണ്ടായിരുന്നു ശരിക്കും? നമ്മളിപ്പം നമ്മളൊരു ഡിസിപ്ലിൻഡ് ആയിട്ട് പോകണം എന്നുള്ളതാണ് റിപ്പീറ്റർ പ്രോഗ്രാമിൻ്റെ കാര്യം. നമുക്ക് ചില ടൈമിലൊക്കെ നമ്മൾ ആ ഒരു ഫോളോ അപ്പ് നമുക്ക് ചിലപ്പം ഫോളോ അപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊരു ഡിസിപ്ലിൻഡ് ആയിട്ട് എപ്പോഴും ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചേഴ്സായിട്ട് കണക്ട് ചെയ്ത് നിൽക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെന്റേഴ്സ് നിന്നെ കോൺടാക്ട് ചെയ്യുകയും നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു? അവരൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സപ്പോർട്ടും ഈ ഒരു ക്ലാസ്സിൻ്റെ ഒരു സ്ട്രക്ചറോടും കൂടി തന്നെയാണ് നിനക്ക് ഓൺലൈൻ തന്നെ മതി, അല്ലെങ്കിൽ ഓൺലൈൻ കംഫർട്ടബിൾ ആണെന്നുള്ളൊരു ഫീൽ കിട്ടിയത്, ശരിയല്ലേ? നീ JEE മെയിനിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്തു, അതിൽ അഡ്വാൻസിലേക്ക് നിന്റെ പ്രിപ്പറേഷൻ പോകുമ്പോൾ ഉണ്ടാവുന്ന മാറ്റത്തിലേക്ക് ഞാൻ വരാം. JEE മെയിനിൽ പ്രിപ്പയർ ചെയ്തു, ഇതേപോലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തു, നിനക്ക് കിട്ടിയ പെർസെൻറ്റേജ് എനിക്കറിയാം പെർസെൻറ്റേജ് എത്ര എന്നുള്ളത്, പക്ഷേ നിന്റെ പെർസെൻറ്റേജ് കൃത്യമായിട്ട് നീ ഒന്ന് പറയാതെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക്. ഫസ്റ്റ് സെഷനിൽ 99.41 ആയിരുന്നു. 99.41. സെക്കൻഡിൽ 99.85. പല കുട്ടികളുടെ ഒരു ധാരണയാണ് ഫസ്റ്റ് വരുന്നതിൽ ഉള്ള പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ പെർസെൻറ്റേജ് അടുത്തതിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല, കോമ്പറ്റീഷൻ കൂടുന്നൊക്കെ ഉള്ളത്. പക്ഷെ നിനക്ക് ആദ്യത്തതിനേക്കാൾ പെർസെൻറ്റേജ് കൂടുകയാണ് ചെയ്തത്, ശരിയല്ലേ? അപ്പം ആ ഒരു പെർസെൻറ്റേജിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ സൈലത്തിന്റെ ധീര ബാച്ചിന്റെ ക്ലാസ്സുകളും മെറ്റീരിയലും അല്ലാതെ എക്സ്ട്രാ നീ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? എക്സ്ട്രാ നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ JEEയിൽ ചില ഗൈഡുകളും ബുക്സൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അരിഹന്താണെങ്കിലും അതേപോലെ ഫിസിക്സ് ഗാലക്സി അങ്ങനത്തെ കോമൺ ആയിട്ടുള്ളത് എല്ലാ ആളുകളും യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു അണ്ടർ 5000 യൂസ് ചെയ്യുന്ന റാങ്കുള്ള എല്ലാവരും യൂസ് ചെയ്യുന്ന ചില കണ്ടന്റ്സ് ഉണ്ട്. അത് നമ്മൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ചില എക്സ്റ്റേണൽ ഗൈഡ്സുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ, നമുക്ക് ഇതിന് തന്നെ ടൈം ഉണ്ടാവുള്ളൂ, ബട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലാസ്സിൽ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട്? ഞാൻ ചില ഇതൊക്കെ അങ്ങനെ ഫാസ്റ്റായിട്ട് ഔട്ടൊക്കെ പോയിട്ടില്ല. സിലബസിൽ തന്നെ ക്വസ്റ്റ്യൻസിന്റെ സോഴ്സ് ശരിക്കും നമ്മുടെ സ്ലൈഡ്സും മെറ്റീരിയലും തന്നെയായിരുന്നു. മൈൻഡ് മാപ്പ് ഉണ്ടായിരുന്നു, മൈൻഡ് മാപ്പ് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. മൈൻഡ് മാപ്പിൽ ഇപ്പം ഞാൻ മെയിൻസിനൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ റീഷൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. ഫിസിക്സിലൊക്കെ പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഇക്വേഷൻസ് ഫുള്ള്, മെയിൻസിനൊക്കെ പറഞ്ഞാൽ ഇക്വേഷൻസ് മതി. ഇപ്പം മെയിൻസിനിപ്പോൾ മൈൻഡ് മാപ്പ് മാത്രം നോക്കിയാൽ തന്നെ ഫുൾ മാർക്ക് കിട്ടും. നമ്മൾ വിചാരിക്കും അതിൻ്റെ നോട്ട് എഴുതണം, കുറേ കാര്യങ്ങളൊക്കെ മെയിൻസിന് ഫുൾ മാർക്ക് കിട്ടും. ബട്ട് അഡ്വാൻസിന് അഡ്വാൻസിലേക്ക് ഞാൻ വരാം, ആ പ്രിപ്പറേഷനിലേക്ക് ഞാൻ വരാം. കാരണം ഫാസിൽ അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യുന്നത് ശരിക്കും JEE മെയിൻ്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് സെക്കൻഡ് ഫേസിൻ്റെ ഇടയിൽ ചെറുതായിട്ട് പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഒരു റിയൽ പ്രിപ്പറേഷൻ തുടങ്ങുന്നത് സെക്കൻഡ് ഫേസും കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ പ്രിപ്പറേഷനും അതിൻ്റെ വ്യത്യാസങ്ങളിലേക്കൊക്കെ ഞാൻ വരാം. അപ്പം മെയിൻലി ഫോക്കസ് ചെയ്തത് നമ്മുടെ മെറ്റീരിയലും നമ്മുടെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അത് മോർ ദാൻ ഇനഫ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? ടൈം ഉണ്ടാവില്ല. നമുക്കിപ്പോൾ മെറ്റീരിയൽസ് ഒക്കെ തന്നെ ഒരുപാട് കണ്ടൻസ് ഉണ്ടായിരുന്നു, പല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് തന്നെ ധാരാളമാണ്. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഇപ്പം നമുക്ക് എന്തായാലും കുറേ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഓതേഴ്സിന്റെ ബുക്സ് ഒക്കെ നോക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവും, നമ്മൾ JEEയുടെ ഒരു ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഒരു സെൽഫായിട്ട് നമ്മൾ കുറച്ച് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യുന്നു എന്നുള്ളൊരു ഫീൽ കിട്ടുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് വരും. സിഗ്നിഫിക്കൻസ് നമുക്കിപ്പോൾ എല്ലാവരും എല്ലാ കണ്ടന്റ് പഠിക്കുന്നു, നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ചെയ്താൽ മാത്രമല്ലേ റാങ്കിലോട്ട് എത്തുള്ളൂ. ആ ഒരു
ചുമ്മാ ചോദിക്കുകയാണ്, പല കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു ദിവസം എത്ര സമയം പഠിക്കാറുണ്ട്? പക്ഷെ ആ കണക്കിലൊന്നും വലിയ കാര്യമില്ല, കാരണം ഒരു ദിവസം എത്ര സമയം പഠിക്കണം ഡിപ്പെൻസ് അപ്പോൺ ദ സ്റ്റുഡൻ്റ് ആണ്. പക്ഷെ എന്നാലും കുട്ടികൾ പലപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ദിവസം എത്ര സമയം പഠിക്കാറുണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാറുണ്ട്? അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ടൈം ബൗണ്ടായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര ടൈം ബൗണ്ടായിട്ട് അങ്ങനെ പോകുക എന്നുള്ളതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പിന്നെ അവിടെ വെച്ച് നിർത്തും, നമ്മൾ ആ ഒരു മോട്ടിവേഷൻ നമുക്ക് പോകും. നമുക്കിപ്പോൾ ഒരു നമ്മൾ 8 വരെ 10 വരെ നമ്മളിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് 10 hours ഒക്കെ പഠിക്കാൻ തുടങ്ങും. ഒരു 1 week ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ല, അപ്പോൾ നമുക്ക് ആ ഉള്ളൊക്കെ പോകും. പിന്നെ നമ്മൾ ആ ഒരു ഫോളോ ചെയ്യാം. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീക്കിലി അല്ലെങ്കിൽ ഒരു മന്ത്ലി ഇത്ര സിലബസ് കവർ ചെയ്യണം, ഇത്ര ബുക്സ് കവർ ചെയ്യണം, ഇത്ര പോർഷൻസ് കവർ ചെയ്യണം, ഇത്ര ഏരിയ. പിന്നെ ഒരു മോക്ക് ടെസ്റ്റിൽ ഒരു ടാർഗറ്റ് വെക്കുക, 120 150 എത്തുക, അടുത്തത് 200 എത്തുക, ഈ ഒരു മാസം കഴിയുമ്പോൾ 220 എത്തുക. അങ്ങനെ പ്ലാൻ ചെയ്ത് പോകും. ഡെയിലി നമ്മളിപ്പം ഇന്ന് ഓരോ ദിവസം തുടങ്ങുന്ന സമയത്ത് നമ്മളൊന്ന് വിചാരിക്കും ഇന്ന് രാത്രി ആകുമ്പോഴേക്ക് ഇത്രയൊക്കെ ചെയ്യണം, അങ്ങനെ ഒരു റഫായിട്ട് അത് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല എന്നില്ല. അപ്പം ഞാൻ തന്നെ എൻ്റെ പ്രിപ്പറേഷൻ്റെ ഇടയിൽ കുറേ സമയം വേസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. ആവശ്യമില്ലാത്ത ബുക്സുകളിലോട്ടോ അല്ലെങ്കിൽ അത്ര റെലവൻ്റ് അല്ലാത്ത ഇതിലോട്ടൊക്കെ പോയി കുറേ ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് കിട്ടും. നമുക്ക് നമ്മുടെ ആയിരിക്കും എപ്പോഴെങ്കിൽ ഈ കംപ്ലീറ്റ് സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇടയിൽ കുറച്ച് എന്താ പറയുക, നമുക്ക് ആ ഒരു ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ത്രൂ ഔട്ട് ഒരു ലോങ് പീരീഡിൽ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ മെയിൻസ് കഴിഞ്ഞു, മെയിൻസിൻ്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു, നീ അഡ്വാൻസിൽ ചെറുതായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിരുന്നുവെങ്കിലും പക്ഷെ അത് അത്ര യൂസ്ഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. സെക്കൻഡ് ഫേസ് കഴിഞ്ഞ പീരീഡിലാണ് അഡ്വാൻസിൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. ഇനി നമുക്ക് അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് വരാം. അഡ്വാൻസ് വലിയൊരു ഒരു അസാധ്യമായൊരു വലിയ മലയാണെന്നൊക്കെയാണ് പല കുട്ടികളുടെ ഒരു ധാരണ. പക്ഷേ ഈവൻ അഡ്വാൻസിനും ഒരു പാറ്റേൺ ഉണ്ട്. ഈ മെയിൻസിൻ്റെ ക്ലാസ്, ഇപ്പോൾ നമ്മളെ ധീരയുടെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന ചില കണ്ടന്റുകളൊക്കെ ഇൻഡയറക്ട്ലി അഡ്വാൻസിനും നിനക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നൊക്കെ നീക്ക് പറഞ്ഞു. അപ്പോൾ അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പോൾ നേരത്തെ നീ ഡെറിവേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അഡ്വാൻസിൻ്റെ ഒരു പ്രിപ്പറേഷനെ എങ്ങനെയാണ് നീ മുന്നോട്ട് കൊണ്ടുപോയത്? അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫ്രെയിം ചെയ്യപ്പെടുന്നത്? അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഒരു കുട്ടി എങ്ങനെയാണ് പഠിക്കേണ്ടത്? സാധാ ക്ലാസ് കാണുന്ന സമയത്ത് അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കണ്ടന്റ് എവിടെ നിന്നാണ് കിട്ടുക? തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നീ ഒന്ന് പറയണം, കാരണം അത് കേൾക്കാൻ ഒരുപാട് വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നുണ്ട്. അഡ്വാൻസ്ഡിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ അഡ്വാൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ പല ഗൈഡ്സിലൊക്കെ ആയിരിക്കും ഫോളോ ചെയ്യാം. പരിഹന്താണെങ്കിലും സംഖ്യകളാണെങ്കിലും ആൻസർ. ഈ സിലബസുകളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PYQs ഡിറൈവ് ചെയ്തിട്ടാണ്. അപ്പോൾ PYQs ആണ് ഏറ്റവും ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. നമ്മൾ PYQs ആദ്യം ചെയ്യണം എന്നുള്ള, നമ്മൾ പലപ്പോഴും ചെയ്യുക മറ്റുള്ള ഗൈഡ്സ് ഒക്കെ കഴിഞ്ഞ് അവസാനം PYQ ചെയ്യാം. പക്ഷേ നമ്മളൊരു ചാപ്റ്റർ കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ പ്രീവിയസ് ഇയർ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കുകയാണ്, പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ നമുക്കറിയാം അഡ്വാൻസിൽ ഒരിക്കലും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരില്ല. പിന്നെ റിപ്പീറ്റ് ചെയ്യാതെ ക്വസ്റ്റ്യൻ വരുന്ന പുതിയ ക്വസ്റ്റ്യൻസ് വരുന്ന ഈ അഡ്വാൻസിൻ്റെ എക്സാമിനേഷൻ്റെ പാറ്റേണിൽ PYQ ചെയ്യുന്നതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ഉള്ളത്? എനിക്കറിയാം, ഞാൻ സംസാരിക്കുന്നത് അഡ്വാൻസിന് സ്വപ്നം കാണുന്ന കുട്ടികൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ PYQ ചെയ്യുന്നത് കൊണ്ട് ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമ്മൾ PYQ ചെയ്യണം? PYQലാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുക. അവർ എന്താണ് ആ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നതോടുകൂടി ക്വസ്റ്റ്യൻ സെറ്ററിൻ്റെ ഒരു ടാർഗറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ പലപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിരിക്കും. 11th 12th പഠിച്ച എല്ലാവർക്കും അറിയാവുന്ന കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റ് ഒന്ന് അൾട്ടർ ചെയ്യും. അപ്പോൾ അൾട്ടർ ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ബേസിക് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക്. അപ്പോൾ എവിടുന്നാണ് ഈ അൾട്രേഷൻ നടക്കുന്നത്? ഒരു സാധാ കോൺസെപ്റ്റിൽ നിന്നും അഡ്വാൻസിന്റെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എന്താണ് എക്സ്ട്രാ വരുന്നത് എന്നുള്ളത് തിരിച്ചറിയാനെങ്കിൽ PYQ ചെയ്യണം. അപ്പോൾ PYQ ചെയ്യുമ്പോൾ ആ ചോദ്യം വീണ്ടും ആവർത്തിക്കും എന്നുള്ള പ്രതീക്ഷയിലല്ല നമ്മൾ ചെയ്യുന്നത്. ആ ചോദ്യം ഒരു നോർമൽ ചോദ്യത്തിൽ നിന്നും അഡ്വാൻസ് ചോദ്യമാവാൻ അവർ എന്താണ് അതിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ശരിയല്ലേ? അപ്പോൾ നമ്മളൊരു 10-15 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു പാറ്റേൺ കിട്ടും. നമുക്ക് ഈ ഫിസിക്സ്, ഇപ്പം ഞാൻ ഫിസിക്സ് ആയതുകൊണ്ട് തന്നെ ഈ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾ തൊട്ട് മുന്നേ സംസാരിച്ചപ്പോൾ നമ്മൾ കാപ്പിലറി റൈസിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ട് കാപ്പിലറി റൈസിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ 2t cos θd /r ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുമ്പോൾ ഡെറിവേഷൻ കുട്ടികൾ പഠിക്കില്ല. സ്വാഭാവികമായിട്ടും എന്തിനാണ് ഈ ഡെറിവേഷൻ? ഫൈനൽ ഇക്വേഷൻ പഠിച്ചാൽ പോരെ? ഫൈനൽ ഇക്വേഷന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് അല്ലേ വരാറുള്ളൂ? ശരിയാണ്, മെയിൻസിന് അതേ വരാറുള്ളൂ. പക്ഷേ ആ ഡെറിവേഷൻ പഠിക്കുന്നത് കൊണ്ട് അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിക്ക് എന്താ ബെനിഫിറ്റ്?
അവര് അങ്ങനത്തെ ഒരു ഇതാണ് അവർ നോക്കുന്നത്. നമ്മുടെ ബേസിക്സ് എത്രത്തോളം സ്ട്രോങ് ആണെന്നാണ് അവർ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ബേസിക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ മെയിൻസിന് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ND ക്വസ്റ്റൻസ് ആയിരിക്കും പഠിക്കുക. അവസാനം കിട്ടുന്ന ഇക്വേഷൻ സർഫസ് ലെവൽ നോളജ് ഉണ്ടെങ്കിൽ തന്നെ മെയിൻസ് ഈസി ആയിട്ട് കയറാൻ പറ്റും. പക്ഷേ ആ ഒരു ഇതിലോട്ട് എങ്ങനെ എത്തി എന്നുള്ളത് നമുക്ക് അറിയണം. അതാണ് അഡ്വാൻസ്ഡിന് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ അത് നിർബന്ധമാണ് നമ്മൾ ആ ഒരു ഇപ്പൊ നീ പ്രിപ്പയർ ചെയ്തൊരു ചോദ്യത്തില് ഇപ്പൊ സാധാരണ കാപ്പിലറി റൈസിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ ഒരു എക്സസ് പ്രഷർ ഉണ്ടാവും. അത് നമ്മൾ പഠിച്ച ഡ്രോപ്പിന്റെ ഉള്ളിലുള്ള എക്സസ് പ്രഷറിന്റെ ആ ഇക്വേഷൻ അതെടുത്തിട്ട് നമ്മൾ പിന്നെ HROGയിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. പക്ഷേ അഡ്വാൻസിന് വരുന്ന സമയത്ത് ഒരു എക്സാമ്പിൾ നിലനിൽക്ക് പറയുമ്പോൾ അഡ്വാൻസിന് വരുന്ന സമയത്ത് ആ എക്സസ് പ്രഷറിന്റെ കൂടെ അവർ വേറെ എന്തെങ്കിലും ഒരു പ്രഷറും കൂടെ ആഡ് ചെയ്യും. ഇപ്പൊ സിമ്പിൾ പെൻഡലത്തിന്റെ നീ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നല്ലോ. ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ അഡ്വാൻസിന് ഒരു ക്വസ്റ്റ്യൻ ടൈം പീരീഡുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. സാധാരണ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഗ്രാവിറ്റി മാത്രമേ ഒരു ആക്സലറേഷൻ ആയിട്ടുണ്ടാവും. ചിലപ്പോൾ അവരെന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ 1-2 ഫോഴ്സും കൂടെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ ആ ഫോഴ്സും കൂടെ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അതില്ലാത്ത ഡെറിവേഷൻ എങ്ങനെയാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവണം. ശരിയല്ലേ? അപ്പോൾ ഈ വർഷത്തെ അഡ്വാൻസിൻ്റെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നിനക്ക് ഓർമ്മ നീ ചെയ്തിട്ടുണ്ടോ ഒരു പക്ഷേ നമ്മൾ ഈ ലിക്വിഡ് ലെൻസിൻ്റെ ചോദ്യമൊക്കെ ചെയ്തിരുന്നോ? പേപ്പർ 1 ലിക്വിഡ് ലെൻസിന്റെ പ്രോബ്ലം ഒക്കെ ചെയ്തിരുന്നു. ഇതിൽ 2 ലെൻസിന്റെ കോമ്പിനേഷൻ ഒക്കെ ഒരു പക്ഷേ നോർമലി മെയിൻസിന് പഠിക്കും. പക്ഷെ അതിന്റെ പ്രൂഫ് ഒരു പക്ഷേ കുട്ടികൾ പഠിക്കൂല. ശരിക്കും ആ പ്രൂഫും കൂടെ പഠിക്കുമ്പോഴാണ് അല്ലേ ഈ ഒരു ചോദ്യമൊക്കെ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇത് കുറച്ച് ട്രിക്കി ആയിരുന്നു. ഇതൊക്കെ നമ്മൾ അഡ്വാൻസ്ഡ് ഇല്ലസ്ട്രേഷൻസ് അതിനൊക്കെ ഡിറൈവ് ചെയ്ത് വരുന്ന ഒരു ഇതാണ്. ഇല്ലസ്ട്രേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതായത് നമുക്കിപ്പം ബേസിക് കോൺസെപ്റ്റ് നല്ല രീതിയിൽ അറിയാം. ഇപ്പോൾ ഈ ഡെറിവേഷനിൽ ചെറിയ ചേഞ്ച് വരുത്തുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡെറിവേഷൻ നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ഇതിലോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എൻഡ് റിസൾട്ടിലോണ്ട് പ്രത്യേകിച്ച് അവിടെ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, ഇപ്പോൾ GTS ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ സൊല്യൂഷൻ നോക്കുമ്പോൾ ആയിരിക്കും മനസ്സിലാവും ഇത് വളരെ സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻ ആണല്ലോ. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും സൊല്യൂഷൻ നോക്കുമ്പോൾ നമുക്ക് ഇത് വളരെ സിമ്പിളാണ്. പക്ഷേ അതിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു അൾട്രേഷൻ അതിനുണ്ടാവും. അങ്ങനെയാണ് അത് GTS ഡിഫറെൻ്റ് ആക്കും. പിന്നെ ഈ മെയിൻസിൻ്റെ ഇതായിട്ട് മെയിൻസിൻ്റെ 2-3 ക്വസ്റ്റ്യൻസ് ക്ലബ് ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ അഡ്വാൻസ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പം 2-3 മെയിൻസ് നോക്കിയിട്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും അഡ്വാൻസ് ക്വസ്റ്റ്യൻ. അപ്പം അങ്ങനത്തെ ഒക്കെ നമ്മൾ പ്രീവിയസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരെങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നീ പറഞ്ഞല്ലോ എൻഡ് റിസൾട്ടുകൾ, അതായത് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിൻ്റെ അവസാനത്തെ ഫൈനൽ ഇക്വേഷൻ, ആ ഇക്വേഷനിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് മെയിൻസിന് വരാറ്. മെയിൻസിന് അത്തരം ചോദ്യങ്ങളാണ് വരാറ്. വളരെ റെയറായിട്ട് അഡ്വാൻസിന് അത്തരം ചോദ്യങ്ങൾ വളരെ റെയറായിട്ട് വരാറുണ്ട്. പക്ഷേ മെയിൻസിന് സാധാരണ എൻഡ് റിസൾട്ടുകളുടെ ആവശ്യമേ നമുക്കുള്ളൂ. അതിൻ്റെ പ്രൂഫ് എങ്ങനെ എന്നുള്ളത്, റിയൽ കൺസെപ്റ്റ് എങ്ങനെ എന്നുള്ളത് ഒരു കുട്ടി അറിയേണ്ടതില്ല ശരിക്കും. പക്ഷെ അറിഞ്ഞാൽ നല്ലതാണ്, എങ്കിലേ ക്ലിയർ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. പക്ഷേ അഡ്വാൻസിലേക്ക് വരുമ്പോൾ അതും കൂടെ അറിഞ്ഞെങ്കിൽ മാത്രമേ അഡ്വാൻസിൻ്റെ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇപ്പോൾ നീ ധീരയുടെ നമ്മുടെ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ്റെ ഇടയിൽ ക്ലാസ്സുകൾ കാണുന്ന സമയത്തൊക്കെ ഈ ഡെറിവേഷൻ ഒക്കെ നമ്മളെല്ലാ പ്രൂഫും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. നമ്മുടെ സ്ലൈഡിൽ നോക്കിയൊക്കെ കിട്ടും. ഈ പ്രൂഫുകളൊക്കെ ആ സമയത്ത് പഠിച്ചിരുന്നോ? മെയിൻസിന് മുമ്പായിട്ട് നോക്കിയില്ല. പിന്നെ അഡ്വാൻസ് ഞാൻ മെയിൻസിന് മുമ്പായിട്ട് മെയിനായിട്ട് ചെയ്തത് ഈ വളരെ ലെങ്തി, ഇപ്പം കുറേ സിലബസ് ഓർഗാനിക് കെമിസ്ട്രി, മാത്സ് പോലെയുള്ളതൊക്കെ വളരെ വാസ്റ്റ് സിലബസ് ആണ്. അതായത് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ കഴിയില്ല. അപ്പം അങ്ങനത്തെ ഞാൻ മെയിൻസിന് മുമ്പേ തീർത്ത് വെച്ച് പിന്നെ മെയിൻസ് കഴിഞ്ഞ് ഫസ്റ്റ് സെഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫിസിക്സ്, പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി, പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ നോക്കി. ആ സമയത്തൊക്കെ ഫിസിക്സിന് കൂടുതൽ സെക്കൻഡ് സെഷൻ കഴിഞ്ഞിട്ടാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം മെയിൻസിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫിസിക്സ് തന്നെ ആയിരിക്കും. മൈൻഡ് മാപ്പ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ ഫുൾ മാർക്ക് അടിക്കാൻ പറ്റും. നമ്മൾ മൈൻഡ് മാപ്പ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതൊക്കെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മതി, നമുക്ക് വേറെ നോട്ട്സിൻ്റെ ആവശ്യമില്ല. മെയിൻസിന് നല്ല സ്കോർ എടുക്കണം. ഈ അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും തിരിച്ച് പഴയ നമ്മുടെ ധീരയുടെ ക്ലാസ്സുകൾ 2ാം നില വന്ന് കാണേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ചില ചാപ്റ്റേഴ്സ് ഒന്നും ഉണ്ടായിട്ടുണ്ട്. ചില എന്താ പറയുക, നമുക്കിപ്പോൾ മനസ്സിലാവാത്ത ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രോങ് അല്ലാന്നൊക്കെ തോന്നും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ കോണ്ടന്റ് എവിടെയോ നമുക്ക് ഒരു കേട്ടോർമ്മ, അപ്പോൾ തിരിച്ച് പഴയ വീഡിയോസ് കണ്ട് റെഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു ഓൺലൈൻ്റെ ഒരു ബെനിഫിറ്റ് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് കാണാം. പിന്നെ ഈ എന്താ പറയുക, ഒരു ചാപ്റ്റർ നമുക്ക് നോട്ട് എഴുതേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ എഴുതണ്ടെന്ന് ഞാൻ പറയില്ല. ബട്ട് നമുക്ക് സ്ലൈഡ്സ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടെ നമുക്ക് അത്ര അത് തികച്ചും പേഴ്സണലാണ്. ചില കുട്ടികൾക്ക് എഴുതി പഠിച്ചെങ്കിലേ അത് വേർത്തായിട്ട് ഫീൽ ചെയ്യുള്ളൂ. ഇപ്പം എന്നെ ഫാസിലെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എഴുതി പഠിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ ആ സമയം കൂടെ നിനക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. കാരണം നമ്മുടെ ടാബിൽ എപ്പോഴും അതിൻ്റെ സ്ലൈഡ്സുകൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഈ ഓൺലൈൻ്റെ വൺ ഓഫ് ദ ബെനിഫിറ്റ് ആണ്
ഫാസിൽ അവിടെ പോയിന്റ് ചെയ്തു. നമ്മൾ അഡ്വാൻസിന് പിന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ കോൺസെപ്റ്റ് നമുക്ക് വേണമെങ്കിൽ അപ്പം തന്നെ എന്ത് ചെയ്യാം, പോയിട്ട് പഴയ ക്ലാസ് റെഫർ ചെയ്യാം. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പേൾ വീഡിയോസും റെക്കോർഡ് വീഡിയോ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ആപ്പിനെ 100% ഫാസിൽ മുതലാക്കിയിട്ടുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ. ഓക്കെ ഫാസിൽ, പിന്നെ ജെയ് അഡ്വാൻസിന്റെ സ്കോർ നമ്മളോട് അനൗൺസ് ചെയ്ത് പറഞ്ഞതാണ്, എന്നാലും നിന്റെ സ്കോർ എത്രയാണ്, റാങ്ക് എത്രയാണ്? എനിക്ക് 187 ആയിരുന്നു സ്കോർ ഉണ്ടായിരുന്നത്. റാങ്ക് 3309 ജനറൽ റാങ്ക്. അതെ. അപ്പം നിനക്ക് ഏത് കോഴ്സ് വേണമെങ്കിലും ഏത് IIT-ലേക്ക് വേണമെങ്കിലും നിനക്ക് പോകാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോൾ ബാക്കി നമുക്ക് നോക്കാം, എന്താണ് നിന്റെ ഒരു ഡ്രീം, ഏത് ക്യാമ്പസ്, ഏത് കോഴ്സ്? IIT പോകണം തന്നെയാണ് ആദ്യം. അങ്ങനെ ഒരു എന്താ പറയാ, IIT ആണ് എൻ്റെ മെയിൻ ലക്ഷ്യം. IIT എത്തിയതിനു ശേഷം പിന്നെ പല ഫീൽഡിലോട്ട് പോകുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ജോബ് തന്നെ പോകണമെന്നില്ല, വേറെ എന്തെങ്കിലും ഇതിലൊക്കെ പോകാം. ഇപ്പോൾ എൻ്റർപ്രണർഷിപ്പ്, അതേപോലെ പല ഫീൽഡുകളും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിലോട്ട് പോകാം. ആദ്യം IIT-യിലോട്ട് എത്തുക, അതിനുശേഷം പിന്നെ അവിടെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി ഒരു പ്ലാനിങ് ഉണ്ട് ഇനി അല്ലേ? ഇനി അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ നീ ഒരു പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടായിരിക്കും നീ കോഴ്സിലേക്കൊക്കെ എത്താം. ഓക്കെ. ഇനി മറ്റൊരു കാര്യം നീ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ വിട്ടുപോയൊരു കാര്യമാണ്. ഓർഗാനിക് കെമിസ്ട്രിയിലെയും അതുപോലെ തന്നെ മാത്സിലെ ചില ഏരിയയും മെയിൻസിനും അഡ്വാൻസിനും ഒരുപോലെയാണ്, ചിലതിലാണ് വ്യത്യാസം ഉള്ളത് എന്ന് നീ നേരത്തെ സംസാരിച്ചിരുന്നല്ലോ. അതൊന്നും നീ പറയണം, കാരണം എന്താ വെച്ചാൽ കുട്ടികൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആവും. അതിൽ എനിക്ക് മാത്സിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയാനുള്ളത്, എനിക്ക് കഴിഞ്ഞ വർഷം മാത്സ് വളരെ മാർക്ക് കുറവായിരുന്നു. 15 അങ്ങനെ എന്തായാലും മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മാത്സ് നമ്മളിങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സിലെ സ്റ്റെപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ അതിലുള്ള മാത്സിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻസോ അല്ലെങ്കിൽ കോൺസെപ്റ്റ് കാര്യങ്ങളല്ല, അത് പെട്ടെന്ന് തീരും, കുറച്ചേ ഉള്ളൂ, കിട്ടും, വേഗം കിട്ടും. പക്ഷേ സ്റ്റെപ്സുകളുണ്ട്, ചില ക്രൂഷ്യൽ സ്റ്റെപ്സ്. ചില ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ചെയ്ത് വരുന്ന സമയത്ത്, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇതിനിപ്പോൾ എങ്ങനെ അവർ ഇതിലോട്ട് എത്തിയെന്ന് തോന്നും. അപ്പം അങ്ങനത്തെ വെറൈറ്റി സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു നോട്ടിൽ എഴുതി വെക്കും, എന്നിട്ട് അതെടുത്ത് റിവൈസ് ചെയ്യും. അപ്പം നമ്മളിപ്പോൾ ഒരു 2-3 മാസം ഇങ്ങനെ കുറേ പ്രീവിയസ് ഇയറും ഇപ്പോൾ തീരെ സാധാരണ പുതിയ നമുക്കറിയാത്ത വേറെ ഏതെങ്കിലും ഐഡിയകൾ പറയുമ്പോൾ ആ ഐഡിയ നോട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു 3-4 മാസം കഴിയുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ഐഡിയകൾ ഇതുപോലെ എഴുതി വെച്ച ബുക്ക് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അത് റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് മാത്സ് എൻ്റയർലി നമുക്കൊരു ഐഡിയ കിട്ടും, നല്ല കോൺഫിഡൻസും കിട്ടും അല്ലേ? അപ്പം പിന്നെ നമ്മൾ ഒരു നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ജെയുടെ മാത്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫാണെന്നൊക്കെ പറയും. പക്ഷെ വളരെ ലിമിറ്റഡ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മളൊരു 500 കോൺസെപ്റ്റ് പഠിച്ചു, പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ഈ സെയിം കോൺസെപ്റ്റ് എന്നുള്ള ഏതെങ്കിലുമൊക്കെ റിപ്പീറ്റ് തിരിച്ചു മറിച്ചൊക്കെ ചെറിയ ലിങ്ക് വഴിയൊക്കെ നമുക്ക് കയറി പോകാൻ പറ്റും. പിന്നെ ചില എന്താ പറയുക ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ഇപ്പോൾ 2-3 മിക്സ് ചെയ്തിട്ടായിരിക്കും പുതിയ ക്വസ്റ്റ്യൻസ് വരിക. അപ്പം ഇങ്ങനെ സ്റ്റെപ്സുകൾ പഠിക്കുക, അപ്പോൾ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. സ്റ്റെപ്സുകൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. ഇക്വേഷൻസ് ഒന്നുമില്ല, സ്റ്റെപ്സുകൾ. അത് ആദ്യത്തെ ഘട്ടമാണ് ഇക്വേഷൻസും കോൺസെപ്റ്റും പഠിക്കുക എന്നുള്ളത്. അതിൻ്റെ അടുത്ത ഘട്ടമാണ് നമ്മൾ ഒന്നും കൂടെ മാത്സിൽ അഡ്വാൻസ് ആവാനുള്ള ഒരു ഘട്ടമാണ് ഈ സ്റ്റെപ്സ് പഠിക്കുക എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. സോ എന്നെ കേൾക്കുന്ന അഡ്വാൻസ് ആസ്പിരൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിലും അത് ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത്, ഓർഗാനിക് കെമിസ്ട്രി പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ അത് പഠിക്കണമെങ്കിൽ ഒരുപാട് ടൈമാണ്, നമുക്ക് എന്താ പറയുക ഒരുപാട് പഠിക്കണം. പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെയിൻസ് കഴിഞ്ഞിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മൾ ആദ്യം പ്രിപ്പറേഷൻ, അതായത് നമ്മുടെ മെയിൻസിന്റെ ഓർഗാനിക് പ്രിപ്പറേഷൻ കുറച്ചും കൂടെ ഒന്ന് വൈഡ് ആക്കിയാൽ അത് തന്നെ മതി അഡ്വാൻസിന് വേണ്ടിയിട്ടും. ഓക്കെ. അപ്പോൾ ഫിസിക്സും അതുപോലെ തന്നെ ഫിസിക്കൽ കെമിസ്ട്രിയും നീ മെയിൻസിന് വേറെയും അഡ്വാൻസിന് വേറെ ആയിട്ട് തന്നെയാണ് പ്രിപ്പയർ ചെയ്തത്, ശരിയല്ലേ? ഫാസിൽ ആദ്യം അഡ്വാൻസ് ചെയ്ത സമയത്ത് ക്വാളിഫൈ ആയിട്ടില്ല, അതിൽ വിചാരിച്ച പോലെ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല. രണ്ടാമത്തെ തവണ റിപ്പീറ്റ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത സമയത്ത് നല്ലൊരു സ്കോറിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ ആദ്യ തവണ ചെയ്ത സമയത്ത് നിനക്ക് പറ്റിയ മിസ്റ്റേക്ക് അത് നീ എങ്ങനെ രണ്ടാമത്തെ തവണ അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്തു? അതിൽ ഒന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ അധികം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റിൽ ഞാൻ അധികം ഈ ഗൈഡുകളൊക്കെ ആയിരുന്നു ഫോളോ ചെയ്തത്. അപ്പം രണ്ടാമത്തേലെത്തിയപ്പോൾ ഞാൻ പ്രീവിയസ് ഇയർ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു. പിന്നെ ഒന്ന് പറഞ്ഞാൽ ബേസിക്സ് ക്ലിയർ അല്ലായിരുന്നു. നമ്മൾ എന്താ പറയുക സർഫസ് ലെവലായിട്ടുള്ള സംഭവങ്ങളൊക്കെ പഠിച്ചു പോയതായിരുന്നു. അതുകൊണ്ട് മെയിൻസിൽ സ്കോർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ അഡ്വാൻസിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ബേസൊക്കെ നല്ല റെഡി ആക്കിയിട്ടായിരുന്നു. പിന്നെ നമ്മൾ സെക്കൻഡ് ചാൻസിൽ റെഡി. ഇപ്പം ഫാസിലിനെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻസിലേക്ക് എത്താൻ ഇപ്പോൾ മെയിൻസ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ടാസ്ക്കാണ്. അതിൻ്റെ അടുത്ത ഘട്ടം അഡ്വാൻസിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ ബേസ്, എല്ലാ ടോപ്പിക്കിൻ്റെയും ബേസിലോട്ടുള്ള കംപ്ലീറ്റ് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കുക.
പ്രീവിയസ് ഇയർ അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യുക, അതിൽ നിന്ന് ഒരുപാട് കണ്ടന്റുകൾ പഠിക്കുക, സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് കൃത്യമായ വ്യൂ പോയിന്റും ബോധ്യത്തോടെയും കൂടി പഠിച്ച് മുന്നോട്ടേക്ക് പോകുക എന്നുള്ള ഒരു മെസ്സേജാണ് ഫാസിലിൻ്റെ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇതല്ലാതെ ഈ വർഷത്തെ JEE മെയിൻ ആൻഡ് അഡ്വാൻസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് നിനക്ക് എന്തെങ്കിലും മെസ്സേജുകൾ പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് മെയിൻലി പറയാനുള്ളത്, നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടൈമാണ്. അപ്പം ടൈം മാക്സിമം യൂസ് ചെയ്യുക. പിന്നെ ടൈം മാത്രമല്ല, നമ്മൾ ആ ഒരു സ്പെൻഡ് ചെയ്യുന്ന ടൈം റെലവൻ്റ് ആയിട്ടുള്ളതിൽ യൂസ് ചെയ്യുക. നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഏതാണ്, നമ്മൾക്കൊരു ടാർഗറ്റ് ഉണ്ടാവും. ഇപ്പം 99 ആണോ അല്ലെങ്കിൽ 99.5 ആണോ 99.9 ആണോ, ഓരോരുത്തർക്ക് അനുസരിച്ചുള്ള ടാർഗറ്റിനനുസരിച്ചിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള കണ്ടൻസ് പേഴ്സണലൈസ് ചെയ്തിട്ട് നമ്മൾ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻസ് മാത്രം ഫോളോ ചെയ്യാം. നല്ല ഹയർ കണ്ടൻസ് വേണ്ട, വളരെ ലോവർ കണ്ടൻസും വേണ്ട, നമ്മുടെ ഒരു ലെവലിനനുസരിച്ചുള്ള കണ്ടൻസ് മാത്രം നമ്മൾ നോക്കുക, അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. പിന്നെ നമ്മൾ കിട്ടുന്ന ടൈമൊക്കെ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഇനി നമ്മൾ കാണുക IIT ക്യാമ്പസിലായിരിക്കും. ഇനി IIT ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ കാണാൻ വരും. ക്യാമ്പസിലെ വിശേഷങ്ങൾ പറയാൻ നമ്മൾ ഒന്നും കൂടി ഇരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ സംസാരിക്കാം. സോ താങ്ക് യു സോ മച്ച്. നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്തതും നമ്മുടെ ഡീറ്റെയിലുകളും കാര്യങ്ങളൊക്കെ ഓപ്പണായിട്ട് സംസാരിച്ചു. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്കിനി വീണ്ടും കാണാം.